ഹലോ, ഇന്ന് രാവിലെ ഇഡലി ആയിരുന്നു കേട്ടോ. വൈകുന്നേരം ഇഡലി വന്ന് കഴിക്കാൻ എല്ലാവർക്കും ഭയങ്കര മടിയാ. അപ്പൊ നമുക്ക് ഇഡലിനെ ഒന്ന് ട്രാൻസ്ലേഷൻ ചെയ്താലോ? നമുക്കൊന്ന് ഇഡലിയെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇഡലിക്ക് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ ഉണ്ടാക്കാം. ഇഡലി ഉപ്പുമാവ് ഉണ്ടാക്കാം. ഇഡലി ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതെനിക്ക് പൊന്നു ചേച്ചി പറഞ്ഞതാണ് കേട്ടോ. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള പൊന്നു ചേച്ചി പറഞ്ഞ റെസിപ്പിയാണ്. പൊന്നു ചേച്ചിയുടെ മോൻ ഇതേ കണക്ക് ഇഡലി ഉണ്ടാക്കിയാൽ കഴിക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ കുറച്ച് സവാള എടുത്ത് ഇങ്ങനെ അരിഞ്ഞു വെക്കുക. കുറച്ച് സവാള ഒരു 2-3 സവാള എടുത്തോളൂ. ഞാൻ 2 സവാള എടുത്ത് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു പാത്രം വെച്ച് ചൂടാക്കിയ പാത്രത്തോട് എണ്ണ ഒഴിച്ച് അതിനകത്തോട് കടുകിടുക. കടുകിനെ വാരി അങ്ങോട്ട് വിതറുക. പൊന്നു ചേച്ചിയുടെ ആ മോനെ അവൻ ഇഡലി കൊടുത്താൽ കഴിക്കത്തില്ല. അപ്പൊ പൊന്നു ചേച്ചി ഇതേ കണക്ക് അവന് ഇഡലി ഉപ്പുമാവാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്നൊരു ദിവസം പറഞ്ഞ റെസിപ്പിയാ. കുറെ നാളായി. പൊന്നു ചേച്ചി പോലും ഇപ്പൊ ഇത് മറന്നുപോയി കാണാം എനിക്ക് പറഞ്ഞു തന്ന കാര്യം. ഞങ്ങളെല്ലാം കൂടെ അവിടെ പോയപ്പോ പറഞ്ഞത് അയ്യോ കറിയാപ്പല ഇട്ടേ അതിന്റെ ആവി അടിച്ച് എന്റെ കണ്ണ് വേദന എടുക്കുക. കണ്ണാടി എടുത്ത് വെച്ചത് കേട്ടോ. എനിക്ക് കണ്ണാടി ഉണ്ടോ കണ്ണാടി ഇല്ലേന്നുള്ള ടെൻഷൻ വേണ്ട. എനിക്ക് കണ്ണാടി ഉണ്ട്. ഞാൻ 10-17 വർഷമായിട്ട് കണ്ണാടി വെക്കുന്നതാ. ഇപ്പൊ ഞാൻ അടുക്കളയിലോട്ട് വന്നപ്പോ ഹാളിൽ ഇരുന്ന കണ്ണാടി എടുത്തോണ്ട് വരാൻ മടി കാരണം എടുത്തോണ്ട് വന്നില്ല. പോയി എടുക്കാൻ വീണ്ടും മടി നമ്മുടെ എല്ലാം ഒരു ശാപമാട്ടോ. പുറത്ത് നല്ല മഴ പെയ്യുന്നു. നമുക്ക് മഴ കാണാം. ഇത് ഇന്നലെ എടുത്ത വീഡിയോ കേട്ടോ. ഇന്നലെ ഞങ്ങളൊരു കല്യാണത്തിന് പോയിട്ട് വന്നതിന് ശേഷം രാവിലെ ഇഡലി ഇച്ചിരി ഹാർഡായി പോവുകയും ചെയ്തു. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ തിന്നത്തില്ലെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇഡലിനെ എന്തെങ്കിലും ചെയ്തെടുക്കാന്ന് വിചാരിച്ചത്. റേഷൻ കട തുറക്കാൻ സമയമാവുന്നതേ ഉള്ളൂ, തുറന്നില്ല. റേഷൻ കട തുറക്കാനുള്ള ആളിപ്പോൾ വരും. അപ്പൊ നമുക്ക് ഇഡലിനെ ഉപ്പുമാവാക്കി മാറ്റിയെടുക്കാം. പൊന്നു ചേച്ചി അന്ന് പൊന്നു ചേച്ചിയുടെ മോനാട്ടാ, മോനൂട്ടാന്നാ വിളിക്കുന്നത് അവന്. അപ്പൊ അവന് വേണ്ടി പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയായിരുന്നു ഇതൊക്കെ എന്നാ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്കിങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ അങ്ങ് പോയപ്പോ സമയത്ത് ഇങ്ങനെ പറഞ്ഞതാ. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയതേ ഉള്ളൂ. നമ്മൾക്ക് ആ സവാള ഒന്ന് കടിക്കത്തക്ക രീതിയിൽ ഒന്ന് വാട്ടിയെടുത്താൽ മതി. ഒരുപാടിട്ടങ്ങ് വാട്ടിയൊന്നുമില്ല ഞാൻ കേട്ടോ. കുറച്ചൊന്ന് വാട്ടി അത് കഴിഞ്ഞിട്ട് ഒരു 3-4 മുട്ട എടുത്ത്. ഇത് 4 മുട്ടയുണ്ട്. ഒരു 3-4 ഇഡലി ഉള്ളതുകൊണ്ട് ഒരു 4 മുട്ട എടുത്ത്. ഇത് നാടൻ മുട്ട കേട്ടോ. നാടൻ മുട്ട നമ്മുടെ ഇവിടെ വലിയച്ഛൻ്റെ അങ്ങന്നോ പ്രീചേച്ചിയുടെ അങ്ങന്നോ ഒക്കെ നമ്മൾ മേടിക്കുന്നതാ മുട്ട. അവിടെ 2 കോഴിയുണ്ട്. അപ്പൊ ഇവിടുന്ന് മാറിയും തിരിഞ്ഞുമൊക്കെ മുട്ട മേടിക്കും. ഒരിടത്തില്ലെങ്കിൽ അപ്പുറത്ത് വിളിച്ചു വയ്ക്കും, അപ്പുറത്തില്ലെങ്കിൽ ഇപ്പുറത്ത് വിളിച്ചു വയ്ക്കും. ഇതൊക്കെയാണ് നമ്മുടെ സ്ഥിരം പരിപാടി. എവിടുന്നെങ്കിലും കിട്ടും. 1-2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് തപ്പിക്കൊണ്ടുവരും. അതിനകത്തോട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്നൊക്കെ ചെറുതായിട്ടൊന്ന് കലക്കിയിട്ട് അതിനകത്തോട്ടങ്ങ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം. എന്നാലും ചുമ്മാ അങ്ങ് പറയുന്നതേ ഉള്ളെന്നേ കേട്ടോ. അതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഈ മുട്ട നല്ലോണം ചിക്കി എടുക്കത്തില്ലേ, അതുപോലെ ഒന്നിട്ടങ്ങ് ഇളക്കുക. കുറച്ചങ്ങ് കട്ടയായിട്ട് വരാതെ കുറച്ച് ലൂസായിട്ട് പിരിപിരാവാൻ വേണ്ടിയിട്ട്, നൈസായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒന്ന് നന്നായിട്ടങ്ങ് ഇളക്കുക. ഇവിടെ ഗൗരിക്ക് ഇത് കണക്ക് ചോറിനത് മുട്ട പൊരിച്ചു കൊടുത്തു വിടുന്നതിനേക്കാളും അവൾക്ക് ഇഷ്ടം ഇങ്ങനെ വറുത്ത് ഇങ്ങനെ വെക്കുന്നതാ എപ്പോഴും. അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുത്താൽ മതി. ഒത്തിരി പൊടിയൊന്നുമില്ലെന്നേ. ഇതാ ഇഡലി ഒന്ന് ഹാർഡായതിന്റെ പേരിൽ ഞാൻ ചെയ്തത്. അപ്പം ഇതേപോലെയൊക്കെ വരും. ഒന്ന് നന്നായിട്ടങ്ങ് തോത്തിയെടുക്കുക. കുറച്ചൊന്ന് നല്ല വൃത്തിയായിട്ടങ്ങ് തോത്തിയെടുത്തിട്ട് നമ്മൾ ഇഡലി അതിനകത്തോട്ടിട്ട് പിച്ചി ഇട്ടങ്ങ് മിക്സ് ചെയ്യണം. അത്രയും പരിപാടിയേ ഉള്ളൂ. ഇതിങ്ങനെ തന്നെ തിന്നും. ചിലപ്പോൾ ഞാൻ കൊച്ചിരിയൊക്കെ എടുത്ത് വായി വെക്കുക. എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത് ഇത്തിരി വായിൽ വെക്കുക, ഉപ്പുണ്ടോന്ന് നോക്കുക, പിന്നെ ഇത്തിരി എടുത്ത് വായി വെക്കുക. മിക്കവാറും ഉണ്ടാക്കി തീരുമ്പോഴത്തേക്ക് പകുതി ആവുകയും ചെയ്യും. അതും ഇതിന്റെ ഇടയ്ക്ക് സംഭവിക്കാറുള്ള കാര്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടോ? എനിക്ക് മിക്കവാറും സംഭവിക്കുന്നത് ഇത്തിരി എടുക്കും വായി വെക്കും, പിന്നെ ഇത്തിരി എടുക്കും വീണ്ടും വായി വെക്കും, തീരാറും മിക്കവാറും. അതാണ്ട് ഇഡലി എടുത്തോണ്ട് വന്നിട്ട് ഇനി ഇഡലിനെ നമുക്ക് പിഞ്ചി അതിനകത്തോട്ടിടാം. അപ്പുറത്തെ റേഷൻ കട ഉറക്കം ആള് വന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കുവാന്ന് കണ്ടപ്പോഴത്തേക്ക് അമ്മ അവിടെ ഇരിക്കുക. എന്നെ പിടിക്കല്ലേ ചിന്നു, എന്നെ അതിനകത്ത് പിടിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട്, എന്നെ കാണിക്കല്ലേ എന്നും പറഞ്ഞു. ഇതിന് തൊട്ട് മുമ്പ് വേറൊരാളും പോയിട്ടോ, നമ്മുടെ പ്രജിച്ചേച്ചി അല്ലേ കൂടെ പോയപ്പോഴും ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടോണ്ട് കൊടയും മറച്ചു വെച്ച് ഓടുന്നുണ്ട്. എൻ്റെ അടുത്ത് പറയും വേണ്ട കാണിക്കല്ലേ ചുമ്മാ കള്ളത്തിന് പറഞ്ഞു കാണിക്കുവാന്ന്. എന്നെ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങൾ കഥ പറയാട്ടോ. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എപ്പോഴും സീന എടുത്ത് അങ്ങനെ കഥ പറയും. സീന എന്നാണ് പുള്ളിക്കാരത്തിന്റെ പേര്. എപ്പോഴും അവിടെ നിന്നുകൊണ്ട് കഥ പറയും. സീന അവിടെ ഇരുന്നുകൊണ്ട് റേഷൻ കടയിൽ ഇരുന്നുകൊണ്ട് കഥ പറയും. കടയിൽ ആളില്ലെങ്കിൽ ഞാൻ ജോലി ഇല്ലാതെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ കഥ പറച്ചില്ല ജോലി. ഞാൻ പാചകം ചെയ്യുകയും ചെയ്യും, സീന എടുത്ത് കഥ പറയുകയും ചെയ്യും. ഇത് സ്ഥിരമുള്ളതാട്ടോ. മാസം അവസാനമൊക്കെ ആകുമ്പോഴേ റേഷൻ കടയിൽ തിരക്ക് വരുത്തുള്ളൂ. ആദ്യം ഒന്നും വലിയ ആളൊന്നും വരത്തില്ലെന്നേ. എത്തി നോക്കിയൊക്കെ ആരെങ്കിലും ഒക്കെ വന്നില്ലേലായി. മിക്ക ദിവസം ആരും വരത്തില്ല. സീന ഇങ്ങനെ നോക്കിയിരിക്കും. സീന തിരിച്ച് കടയും പൊട്ടിപ്പോകും. ഞങ്ങൾ സീന അന്ന് പോയതിൻ്റെ അന്ന് ഭയങ്കര മഴയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ അവിടെ കടവൂരാണ് കല്യാണത്തിന് പോയത്. അവിടെ ഒന്നും വലിയ മഴയില്ലായിരുന്നു. ഞാൻ അതും പറയുക. അപ്പൊ സീന പോയപ്പോൾ ഭയങ്കര മഴയായിരുന്നു, നനഞ്ഞൊക്കെയാ പോയെന്നാ പറയുന്നത്. ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു.
കല്യാണം ആയതുകൊണ്ടായിരിക്കും. അവിടെ മഴ വലുതായിട്ട് പെയ്തില്ല, ചെറുതായിട്ട് പൊടിച്ചൊക്കെ നിന്നേ ഉള്ളൂ. ഞങ്ങൾ വരുന്നവരെ പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ ഇഡലി അതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് ഇഡലിനെ കുത്തി ഞെരുക്കി കൊന്നോണ്ടിരിക്കും കേട്ടോ. അതിനകത്തിട്ടങ്ങ് കൊന്നു ഞെക്കി കുറേയൊക്കെ ഞെക്കി. പക്ഷെ ഇഡലി ഇന്ന് രാവിലെ കുറച്ച് ഹാർഡാണ്. ഞാൻ പറഞ്ഞില്ലേ, എന്തോ മാവിന്റെ ആണോ എന്തോന്നറിയാൻ വയ്യ, ആട്ടിയതിന്റെ കുഴപ്പമാണോ. അപ്പം ദേ കണ്ണ് സ്കൂളിൽ നിന്ന് വന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി വന്നു. ഇഡലി ഉപ്പുമാവാന്ന് പറഞ്ഞപ്പോ അവന് ഉപ്പുമാവെന്ന് പറയുന്ന കേൾക്കുന്നതേ ദേഷ്യ. കാരണം അവന് അങ്കൻവാടിയിൽ പോയി ഉപ്പുമാവ് തിന്ന് വെറുത്തവനവൻ. റബയുടെ ഉപ്പുമാവൊക്കെ വീട്ടിലുണ്ടാക്കി കഴിഞ്ഞാൽ അവന് ദേഷ്യം വരും രാവിലെ. ഉപ്പുമാവാണോ എന്ന് ചോദിച്ചങ്ങ് നിൽക്കും, ബഹളവാ. അപ്പൊ അവൻ പറഞ്ഞു ഉപ്പ് കുറവാണ്, അങ്ങനെ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കേട്ടോ. അപ്പൊ അവൻ പറഞ്ഞു എന്തേലും ഇച്ചിരി മസാല ഇടാൻ വെച്ചു, ഒരു ടേസ്റ്റ് കാണുന്നില്ലെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഇച്ചിരി ചിക്കൻ മസാല അല്ല സാധാ മസാല, ഗരം മസാല കേട്ടോ ഗരം മസാല ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ശകലം ഇട്ടിട്ട് ഞങ്ങളൊന്ന് ഇളക്കി നോക്കി. കൊള്ളാമെങ്കിൽ മാത്രം ഇട്ടാൽ മതി അവൻ പറഞ്ഞു. അപ്പൊ ശകലം ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. അവൻ സ്കൂളിൽ നിന്ന് വന്ന് ഡ്രസ്സൊക്കെ മാറി മേലൊക്കെ കഴുകിയിട്ട് വന്ന് നിൽക്കും, ഇനി ട്യൂഷന് പോകണം. അപ്പൊ ഇച്ചിരി ഇട്ടിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ അവനും കൂടെ നോക്കി. അപ്പൊ അവനും വലിയ ടേസ്റ്റ് വ്യത്യാസം തോന്നിയില്ല. അപ്പൊ അവൻ പറഞ്ഞു കൊള്ളാം, അപ്പൊ ഇച്ചിരി കൂടെ മസാല ഇടുക. അങ്ങനെ കുറച്ചും കൂടെ ഗരം മസാല ഇടാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചും കൂടെ ഗരം മസാല ഇട്ട് ഞാൻ തിന്നുന്നുണ്ട്. എനിക്ക് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഞാൻ ഇങ്ങനെ തിന്നു നിൽക്കും. എപ്പോഴും ഉള്ളൊരു ശീലമാണ്, ഒരു വൃത്തികെട്ട ശീലമാണ്. മാറുന്നില്ല, എന്തോ ഇതേപോലെയൊക്കെയായി ഇഡലി ഉപ്പുമാവ്. ഇങ്ങനെ വരും ഇഡലി ഉപ്പുമാവ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നേ. എനിക്കറിഞ്ഞൂടായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ നുണ്ട് നുറുക്ക് പണിയൊക്കെ ആരെങ്കിലും ഒക്കെ പറഞ്ഞായിരിക്കും അറിയുന്ന. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഞാൻ കൊടുത്തു പാത്രത്തിലാക്കി. അവർ ഈ സ്കൂളിൽ നിന്ന് വന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ട്യൂഷന് പോകാൻ റെഡി ആയിരിക്കുക. അപ്പൊ എന്തെങ്കിലും കഴിച്ചിട്ടാ പോകുന്ന. അപ്പൊ അവർ രണ്ടുപേരും നല്ല രീതിയിലൊക്കെ കഴിച്ച് കുഴപ്പമില്ലായിരുന്നു പറഞ്ഞു. അങ്ങനെ സ്പൂണൊക്കെ ഇട്ട് പാത്രത്തിൽ വെച്ച് കൊടുത്തേ ഇരിക്കുന്നുണ്ട് ഈ സാധനം. ഇത് പതുക്കെ കഴിക്കത്തുള്ളൂ. അവൻ പെട്ടെന്ന് കഴിച്ചിട്ട് അവൻ പാത്രവും കഴുകി വെച്ച് ബാഗും എടുത്ത് പോവാൻ റെഡിയായി നിൽക്കുക. എന്തോ പറഞ്ഞു പിണങ്ങിയിട്ടിരിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.